വെൽക്കം ടു കരി റെസിപ്പി വിത്ത് ഉഷ. നമസ്കാരം. ഇന്നത്തെ റെസിപ്പി കരിമീൻ കൊണ്ടുള്ളതാണ്. കരിമീൻ പൊള്ളിച്ചത്. അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം കരിമീൻ നന്നായി വൃത്തിയാക്കി എടുക്കാം. ഇനി അതിലേക്ക് മസാലയ്ക്ക് എരിവിന് ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇനി കുറച്ച് എണ്ണ കൂടെ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വിനിഗർ കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യാം. നന്നായി വൃത്തിയാക്കിയ മീനെടുത്ത് അതിൻ്റെ എല്ലാ ഭാഗത്തും ഈ മസാല നന്നായി പിടിക്കുന്ന വരെ തേച്ച് കൊടുക്കാം. ഇതുപോലെ എല്ലാ മീനും തേക്കാം. ഇങ്ങനെ മസാല പുരട്ടിയ മീൻ കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് ഇനി ആദ്യം ഫ്രൈ ചെയ്തെടുക്കാം. അതിന് ഒരു ഫ്രൈയിങ് പാനിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. മാരിനേറ്റ് ചെയ്ത ഫിഷ് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. അല്ലാതെ കരിയണമെന്നൊന്നുമില്ല, ഒന്ന് വെന്ത് കിട്ടുന്ന മാതിരി ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം നന്നായി മൂത്ത് വരുന്ന സമയത്ത് തിരിച്ചിട്ട് മറുവശം കൂടി നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇങ്ങനെ മൂപ്പിച്ചെടുത്ത മീൻ ഇങ്ങനെ തന്നെ നമുക്ക് പൊള്ളിക്കാതെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്. ഇനി 2 ഭാഗം മൂത്ത് കഴിഞ്ഞാൽ നമുക്കത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ണിലേക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്നില്ല. ഇനി ഇതിലേക്ക് ആവശ്യമായ മസാല ഉണ്ടാക്കണം. ഒരു ഫ്രൈയിങ് പാനിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത്, അതില്ലെങ്കിൽ സവോള, ചെറിയ ഉള്ളിയാണ് നല്ലത്, അതുകൂടെ ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ആദ്യം ഇട്ടത് കാരണം അടി പിടിക്കും. അത് നന്നായി ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യം സവോള ഇട്ട് അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർക്കാവുന്നതാണ്. പിന്നെ അതിലേക്ക് 2 തക്കാളി നന്നായി മിക്സിയിലിട്ട് അരച്ചത് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ എരിവിനാവശ്യമായ മുളക് പൊടി, കുരുമുളക് പൊടി മീനിൽ കൂടെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് എരിവ് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. മഞ്ഞൾപ്പൊടി,
ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ്. ായിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇത് നന്നായി വെന്ത് എണ്ണ പിരിഞ്ഞ് മേലെ വരുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് കരിവേപ്പില കൂടെ ഇട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല കൂടെ റെഡി ആയിരിക്കണം. ഇനി ഇത് ഇലയിലിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കണം. വാഴയില ചെറിയ കഷ്ണമായി മുറിച്ച് അതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി മണക്കാൻ പാകത്തിനുണ്ടെങ്കിൽ ബർണറിൽ ഒന്ന് കാണിച്ചാൽ അത് സോഫ്റ്റായി കിട്ടും. ഇനി അതിൽ ഒരു ചെറിയ കഷ്ണത്തിന് മേലെ ഓരോ മീനായി വെച്ച് അതിൻ്റെ 2 വശം നന്നായി മസാല വെച്ച് തേച്ച് പിടിപ്പിക്കുക. വീഡിയോ ആദ്യമായി കാണുന്നവരും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും വീഡിയോയുടെ താഴെ കാണിച്ചുകൊണ്ട് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുമ്പോഴും കൂടാതെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ഐക്കൺ അതിൽ ഓൾ ബട്ടൺ കൂടെ പ്രസ് ചെയ്തു. ഇത് നന്നായി നമുക്കൊന്ന് മടക്കണം. മടക്കി വാഴയുടെ നാര് കൊണ്ടോ അല്ലെങ്കിൽ വേറെ നൂല് കൊണ്ടോ നമുക്കൊന്ന് നന്നായി കെട്ടാം. ഇനി ഇതേപോലെ ബാക്കിയുള്ള മീൻ കൂടെ നമുക്ക് ഓരോന്നായി ഇലയിൽ വെച്ച് മസാല എല്ലാ ഭാഗത്തും അപ്പുറം ഇപ്പുറത്ത് തേച്ച് കൊടുക്കാം. എന്നിട്ട് ഇലയൊക്കെ നന്നായി മടക്കി ഇതേപോലെ കെട്ടി മാറ്റി വയ്ക്കാം. ഇനി മീൻ വറുത്ത അതേ പാനിൽ എണ്ണയൊക്കെ ഉണ്ടാവും. എണ്ണയിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. മടക്കി വെച്ചിന ഇല 2 ഭാഗം നന്നായി മൂപ്പിച്ചെടുക്കാം. മീനും മസാലയും നേരത്തെ നന്നായി മൂപ്പിച്ചെടുത്തതാണ്. എന്നാലും ഈ ഇല ഒന്ന് വാടി ആ മസാലയൊക്കെ ഒന്ന് മീനിൽ പിടിക്കുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. 2 ഭാഗം മറിച്ചിട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം. കരിമീൻ പൊള്ളിച്ചത് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അങ്ങനെ മൂപ്പിച്ചെടുത്തതെല്ലാം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മെല്ലെ ഒന്ന് തുറന്ന് നോക്കാം. മീൻ വറുത്തതിൻ്റെയും മസാല പൊടിഞ്ഞതിൻ്റെയും ഇല വാടിയതിനെല്ലാം കൂടി നല്ല മണമാണ്. ഇനി അത് ആ മസാലയോട് കൂടി ആ മീനിൻ്റെ കഷ്ണം കൂടെ എടുത്ത് തിന്ന് നോക്കണം. വളരെ ടേസ്റ്റായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും നല്ല റെസിപ്പി നമുക്ക് കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.